പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രാധു. ഡ്രസ്സ് മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നനഞ്ഞ മുടി ഉണക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് തല തുവർത്തി മൂളിപ്പാട്ടും പാടി ഒരു പാൻറ് മാത്രം ഇട്ട് ബാത്റൂമിൽ നിന്നും ധ്യാൻ ഇറങ്ങി വന്നത്. കണ്ണാടിയിൽ കൂടി രാധ തന്നെ നോക്കുന്നത് കണ്ടും ധ്യാൻ കുറച്ചുറക്കെ പാടി അവൾക്ക് അരികിലേക്ക് നടന്നു. എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ. മുടി തോർത്തുന്ന രാധവിന്റെ ടോപ്പിന്റെ ഇടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പിൽ പിച്ച് അവസാനം വരെ തുറക്കപ്പാടി. അവളൊരു കള്ളച്ചിരിയും നോട്ടം നോക്കി ബെഡിൽ വെച്ച് ഷർട്ടും എടുത്തിട്ടു. രാധ എടുപ്പൊഴിഞ്ഞ് ധ്യാനെ കൂർപ്പിച്ച് നോക്കിയതും ധ്യാൻ ഒരിക്കൽ കൂടി അവസാനം വരെ പാടി രാധവിനെ നോക്കി സൈറ്റ് അടിച്ചു. വൃത്തി കെട്ടവൻ. ധ്യാന്റെ പാടിലെ ധ്വനി മനസ്സിലായതും രാധ എന്തോ ഓർത്ത പോലെ നെഞ്ചിൽ കൈവച്ച് സ്വയം പറഞ്ഞു. ആ ചോരയിൽ നീരുള്ള അതൊരു കന്യകനായ ചെറുപ്പക്കാരന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ വൃത്തികെട്ടവൻ അല്ലടി. ധ്യാനിന്റെ കള്ളച്ചിരിയോടെയുള്ള ചോദ്യം കേട്ടും രാധ പരവേശത്തോടെ അവനെ നോക്കാനാകാതെ തിരിഞ്ഞു നിന്നു. അയ്യോ, നിനക്ക് നാണോ? എന്നിട്ട് ഇന്നലെ ഈ സംഭവം നടന്നപ്പോഴോ അതിനുശേഷം ഈ നാണം കണ്ടില്ലല്ലോ. ധ്യാൻ കണ്ണാടിയിൽ കൂടി രാധവിന്റെ ഭാവം കണ്ട് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെനിക്ക് അറിയാത്തൊരു അബദ്ധം പറ്റിയതാ, ഇനി എന്നെ അതും പറഞ്ഞ് കളിയാക്കരുത്. മുടി ചീകി ക്രാവിട്ടുകൊണ്ട് രാധ ധ്യാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, കളിയാക്കില്ല, പക്ഷേ അതും പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺ സെറ്റ് ധ്യാൻ രാധവിന്റെ അടുത്തേക്ക് വന്നു. എന്ത് പക്ഷേ? രാധ തിരിഞ്ഞു നിന്ന് ധ്യാനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. എനിക്ക് നിന്നോട് സ്നേഹം കൂടുമ്പോൾ ദാ ഇതുപോലെ ചെയ്യും. അത് പറഞ്ഞ ധ്യാൻ ഞൊടിയേറെ നേരം കൊണ്ട് രാധവിന് ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ച് വേഗം പുറത്തേക്ക് പോയി. വൃത്തി കെട്ടവൻ. ധ്യാനിന്റെ ആദരങ്ങൾ പതിഞ്ഞ് കവളിൽ തഴുകി രാധ ചിരിയോടെ പറഞ്ഞു. സിന്ദൂരമെടുത്ത് സീമന്തരേഖ ചുവപ്പിച്ച് ബാഗുമെന്ന് ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോയി. മിത്ര ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് സ്റ്റാഫ് റൂം ലക്ഷ്യം വെച്ച് പോകുന്ന ധ്യാനെ കണ്ടത്. ചുറ്റും നോക്കി രാധ അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ധ്യാനിന്റെ അടുത്തേക്ക് നടന്നു. സാറേ. പെട്ടെന്നുള്ള വിളി കേട്ടതും തിരിഞ്ഞു നോക്കിയ ധ്യാൻ കാണുന്നത് അതിവേഗത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന മിത്രയാണ്. എന്റെ മിത്രേ, എത്ര തവണ പറഞ്ഞ് ഈ സാറ് വിളി മാറ്റാൻ? കോളേജ് വെച്ച് ഏട്ടാന്ന് വിളിക്കുന്നത് മോശമല്ലേ? ഓ അല്ല, എന്തിനാ ഓടിപ്പിടിച്ച് വന്നത്? ക്ലാസ്സില്ലേ? അതൊക്കെ ഉണ്ട്. എന്തായി, വല്ലതും നടന്നോ? മിത്ര ധ്യാനം നോക്കി ആവേശത്തിൽ ചോദിച്ചു. ഓ എന്താവാൻ, ശങ്കരൻ വീണ്ടും തങ്ങി തന്നെയാണെന്ന് പറയും പോലെ തന്നെ. അപ്പൊ ഇന്നലെ അവളുടെ ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയിച്ചില്ലേ? മിത്ര ധ്യാൻ പറഞ്ഞത് കേട്ട് അവനെ വിഷമത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനാരാ മോൻ, അതൊക്കെ അവളോട് പറയിപ്പിച്ചു. ധ്യാൻ ഷാർട്ടിന്റെ കോളിൽ പൊക്കി സ്വയം മുക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ ഇത്തിരി മുമ്പ് അങ്ങനെ പറഞ്ഞത്? മിത്ര ധ്യാനെ നോക്കി ചോദിച്ചു. ചുമ്മാ പറഞ്ഞതാ. അവൾ അവളുടെ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറഞ്ഞുവെങ്കിലും വലിയ പ്രയോജനമൊന്നും ഇല്ലടൂ. ധ്യാൻ മുഖത്തില്ലാത്ത വിഷമമൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞതും മിത്ര അവനെ നോക്കി വാപ്പൊത്തി ചിരിച്ചു. നിന്ന് ചിരിക്കാതെ ക്ലാസ്സിൽ പൊടി. മിത്രയുടെ കിണി കണ്ട് ധ്യാൻ കള്ളഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര ചിരി കടിച്ചു പിടിച്ച് ധ്യാനെ നോക്കി തലയാട്ടി അവിടുന്ന് പോയി. മിത്ര ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബാക്ക് ബെഞ്ചിൽ എന്തോ ആലോചിച്ച് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന രാധവിനെയാണ്. എന്താടി നിനക്ക് ഇത്ര ആലോചിക്കാൻ? രാധവിന്റെ കയ്യിലൊരു തട്ട് വെച്ച് കൊടുത്ത് അവളുടെ അടുത്തായി വന്നിരുന്നു കൊണ്ട് മിത്ര ചോദിച്ചു. ഒന്നുമില്ലടി, ചുമ്മാരൊന്ന് ആലോചിച്ചിരുന്നതാ. നേരെ ഇരുന്ന് മിത്രയെ നോക്കി ചിരിച്ചുകൊണ്ട് രാധു പറഞ്ഞു. ആ ഞാൻ നിന്നെ ഇന്നലെ കുറെ ഉപദേശിച്ചു വിട്ടതല്ലേ, എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? മിത്ര ഒന്നും അറിയാത്ത ഭാവത്തിൽ രാധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും രാധു ഇന്നലെ ഉണ്ടായ ഒരു കാര്യവും വിളിക്കാതെ എല്ലാം മിത്രയോട് പറഞ്ഞു. അപ്പൊ നീ ഫസ്റ്റ് നൈറ്റിന് മുമ്പായി സസ്പെൻസ് നേരത്തെ പൊളിച്ചല്ലേ? രാധു പറഞ്ഞത് കേട്ട് മിത്ര ചിരിയോടെ പറഞ്ഞതും രാധു കെറിവിച്ചുകൊണ്ട് അവളെ നോക്കി. അറിയാതെ എനിക്കൊരു അബദ്ധം പറ്റി, അതിനിങ്ങനെ കളിയാക്കൊന്നും വേണ്ട നീ. രാധു അതും പറഞ്ഞ് അവളെ നോക്കി മുഖം വെറുപ്പിച്ചിരുന്നു. എന്റെ രാധുവേ, ഒരു ജീവിതമേ ഉള്ളൂ. പരമാവധി ഓരോ നിമിഷവും മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞു പോയ ദിവസങ്ങളൊന്നും തിരിച്ചു പിടിക്കാനാവില്ല. പിന്നീട് അതോർത്ത് ദുഃഖിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് നിന്റെ ഈ കുഞ്ഞു പ്രതികാരമൊക്കെ മാറ്റിവെച്ച് നല്ലൊരു ജീവിതം തുടങ്ങി രണ്ടുപേരും സന്തോഷമായി ജീവിക്കാൻ നോക്ക്. മിത്ര പറഞ്ഞത് രാധവളെ നോക്കി തലകുലുക്കി. വെറുതെ തല കുലുക്കിയ പോരാ. എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്ന് നന്നായിക്കൊള്ളാം. എൻ്റെ മാഷിനെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. അങ്ങനെ പ്രതികാരം കൊണ്ട് ഞാൻ. ഭാവം എൻ്റെ സാറ്,
ഇതിലേറെ വലുതൊന്നും ഇനി സാറിന്റെ ലൈഫിൽ സംഭവിക്കാനില്ല. രാധ പറഞ്ഞത് കേട്ട് മിത്ര ദയനീയതോടെ രാധവനെ നോക്കി മനസ്സിൽ പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരുന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ധ്യാന്റെ കൂടെ രാധ പോയതും കോളേജ് ഗേറ്റിന്റെ അടുത്തായി ഡെവിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു മിത്ര. ഹായ് ചേച്ചി. പെട്ടെന്നൊരു വിളികെട്ട് തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് ചിരിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയാണ്. ഈ കുട്ടിയാണ് തന്നെ എപ്പോഴും നോക്കി ചിരിക്കുന്നതെന്ന് മനസ്സിലായതും തിരിച്ച് മിത്രയും ആ കുട്ടിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി പോകാൻ നിൽക്കുകയാണോ? മിത്രയുടെ അടുത്ത് വന്നു നിന്ന് ആ പെൺകുട്ടി പുഞ്ചിരിയോടെ ചോദിച്ചതും മിത്ര അതേന്ന രീതിയിൽ തലയാട്ടി. ഞാൻ ജൂലിയ, ഫസ്റ്റ് ഇയർ സോഷ്യോളജിയാണ്. ചേച്ചിയുടെ പേര് എനിക്ക് അറിയാം. എങ്ങനെ അറിയാം? ജൂലി നീട്ടിയ വലത് കൈയിലേക്ക് തന്റെ കൈ ചേർത്തുകൊണ്ട് മിത്ര ചോദിച്ചു. ആ, അതൊക്കെ അറിയാം. ഒറ്റക്കണ്ണർക്ക് ചിരിയോടെ പറയുന്നവളെ കണ്ട് മിത്രയും ചിരിച്ചു. ജൂലിയക്ക് പോകാനായില്ലേ? പോകുമായിരുന്നു. അപ്പോഴാ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. പിന്നെ എന്നെ ജൂലിയെന്ന് നീട്ടി വിളിക്കണ്ട കേട്ടോ. എല്ലാരും ജൂലിയെന്നാണ് വിളിക്കുന്നത്. ചേച്ചി അങ്ങനെ വിളിച്ചോ? ആയിക്കോട്ടെ. അല്ല, ഒറ്റക്കാണോ പോകുന്നത്? ആ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബസ് കയറി പോകണം. അതുകൊണ്ട് അവരെല്ലാം നേരത്തെ പോയി. ഞാൻ താമസിക്കുന്നത് ഇവിടെ അടുത്താ. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തനിക്ക് സുഖമായല്ലോ. തൻ്റെ വീട്ടിലിറക്കിയുണ്ട്? എൻ്റെ വീട്ടിൽ കുറേ ആളുകളുണ്ട്. നിറഞ്ഞ ചിരിയോടെ മിത്രയുടെ ചോദ്യത്തിനായി ജൂലിയ മറുപടി പറഞ്ഞു. അവളുടെ സംസാരവും പെരുമാറ്റ രീതിയും മിത്രയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇരുവരും പെട്ടെന്ന് തന്നെ കൂട്ടായി. എന്നാ ശരി ജൂലി, പിന്നെ കാണാം. ഡെവി വന്നതും മിത്ര ജൂലിയോട് യാത്ര പറഞ്ഞ് ഡെവിക്ക് അരികിലേക്ക് നടന്നു. ആ കുട്ടി ഏതാ ദേവ? ബൈക്ക് മുന്നോട്ടെടുത്തതും ജൂലിയെ നോക്കി കൈവീശി കാണിക്കുന്ന മിത്രയെ നോക്കി ഡെവി സംശയത്തിൽ ചോദിച്ചു. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണ്. പേര് ജൂലിയ. ഇപ്പൊ പരിചയപ്പെട്ടതാ. എനിക്കിഷ്ടായി. മിത്ര ഡെവിയോട് ചേർന്നിരുന്ന അവളെ ഓർത്ത് ചിരിയോടെ പറഞ്ഞതും ഡെവി ഒന്നും മൂളുകയുള്ളതൊന്നും പറഞ്ഞില്ല. നീ ഇന്ന് നേരത്തെ വന്നോ? വീട്ടിലെത്തി ഉള്ളിലേക്ക് കയറുന്നതിനിടയിൽ മിത്ര ഉമ്മറത്തെ അരഭിത്തിയിലിരിക്കുന്ന കുഞ്ഞുട്ടിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഇത്തിരി മുമ്പ് എത്തിയതുള്ളൂ. മിത്രയുടെ ചോദ്യം കേട്ട് കുഞ്ഞുട്ടൻ വേഗം പറഞ്ഞു. ഡാനിയില്ലടാ ഇവിടെ? കുഞ്ഞുട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് ബൈക്കിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഇല്ല ചേട്ടായി, ഡാനിച്ച കളിക്കാൻ പോയി. അത് പറഞ്ഞ് കുഞ്ഞുട്ടൻ വേഗം മിത്രയുടെ പിറകെ ഉള്ളിലേക്ക് പോയി. തോളിലുള്ള ബാഗ് ഒരു സെറ്റിയിലേക്ക് വെച്ച് മിത്ര കിച്ചണിൽ പോയി വെള്ളമെടുത്ത് കുടിക്കുമ്പോഴാണ് പരുങ്ങിക്കൊണ്ട് കുഞ്ഞുട്ടൻ അങ്ങോട്ട് വന്നത്. എന്താ? അവന്റെ പരുങ്ങൽ കണ്ട് മിത്ര അവന്റെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞുടൻ ചുമൽ കൂച്ചി ഒന്നുമില്ലെന്ന് കാണിച്ചതും മിത്ര എന്തായാലും അവൻ പറയുന്ന അറിയാവുന്നതുകൊണ്ട് അവനെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. ചായ വേണം നിനക്ക്? മിത്രയുടെ ചോദ്യം കിടന്ന് കുഞ്ഞുടൻ വേഗം വേണമെന്ന രീതിയിൽ തലയാട്ടി സ്ലാബിൽ കയറിയിരുന്നതും മിത്ര ചായപാത്രത്തിൽ വെള്ളം നിറച്ച് ഗ്യാസ് കത്തിച്ച് പാത്രം സ്റ്റൗവിൽ വെച്ചു. ചേട്ടത്തി, എനിക്കൊരു അബദ്ധം പറ്റി. ഇത്തിരി കഴിഞ്ഞ് ഡെവിയുടെ ഫോൺ റിങ് ചെയ്തത് കേട്ടതും കുഞ്ഞുടൻ പേടിയോടെ മിത്രയെ നോക്കി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടാ, എന്താ പറ്റിയത്? തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും വിട്ട് ഇളക്കിക്കൊണ്ട് മിത്ര കുഞ്ഞുടനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇന്ന് ക്ലാസ് നേരത്തെ വിട്ടതല്ല ഞാൻ. ഡെവിനെ! കുഞ്ഞുട്ടൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പായി ഹാളിൽ നിന്ന് ഡേവിഡ് ദേഷ്യത്തിൽ കുഞ്ഞുട്ടനെ വിളിച്ച് അങ്ങോട്ട് വന്നത്. ഡേവിഡ് അടുക്കളയിലെത്തിയത് സ്ലാബിലിരിക്കുന്ന കുഞ്ഞുട്ടനെ വലിച്ചിറക്കി കയ്യിലുള്ള വടി കൊണ്ട് അവൻ അടിക്കാൻ തുടങ്ങി. ആദ്യമായാണ് ഡെവി അത്രയ്ക്ക് ദേഷ്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ മിത്ര അന്തം വിട്ട് അവനെ നോക്കി നിന്നു. ഇച്ചായ, എന്താ ചെയ്യുന്നേ? അവനെ അടിക്കല്ലേ? ഡെവി അടിക്കുന്തോറും കുഞ്ഞുട്ടൻ കരയാൻ തുടങ്ങിയതും ബോധം വന്നതുപോലെ മിത്ര അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മാറി അങ്ങോട്ട്! ഡെവി ദേഷ്യത്തിൽ തന്നെ തടയാൻ ശ്രമിക്കുന്ന മിത്രയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് എന്താ ചായ, ഭ്രാന്തായോ? എന്തിനാ പിന്നെ അടിക്കുന്നത്? മിത്ര ശക്തമായി ഡെവിയെ തട്ടിമാറ്റി കുഞ്ഞുട്ടന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. പിന്നെ എന്താണ് ഞാൻ ഇവനെ ചെയ്യേണ്ടത്? ഇവന്റെ സ്കൂളിൽ നിന്നാ ഇപ്പൊ വിളിച്ചത്. ഇവനും ഇവന്റെ ഫ്രണ്ട്സും ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞത് സിനിമക്ക് പോയി. ഡെവി മിത്രയുടെ പിന്നിൽ നിന്നും വിതുമ്പിക്കരയുന്ന കുഞ്ഞുട്ടനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അതിനാണോ ഇങ്ങനെ തല്ലുന്നത്? അവൻ അറിയാതെ ആപത്ത് സംഭവിച്ചതാകും. അബദ്ധം പഠിക്കാൻ വിട്ടാ പോയി പഠിക്കണം. അവനത് കുതിര കളിച്ച് നടക്കുകയല്ല വേണ്ടത്. ആവശ്യത്തിന് ഇവനെ സിനിമ കാണാൻ കൊണ്ടുപോകുന്നില്ലേ? പിന്നെ എന്തിനാ അവൻ അവരുടെ കൂടെ ക്ലാസ് കഴിഞ്ഞത് പോയത്? ഡേവിഡ് വീണ്ടും ദേഷ്യത്തിൽ കുഞ്ഞുട്ടൻ്റെ അടുത്തേക്ക് അവൻ അടിക്കുവാനായി വന്നതും മിത്ര അതിന് സമ്മതിക്കാതെ കുഞ്ഞുട്ടൻ മറഞ്ഞു നിന്നു. സോറി ചേട്ടായി, അവരെല്ലാം നിർബന്ധിച്ചോണ്ട പോയത്, ഇനി ഉണ്ടാകില്ല. മിത്രയുടെ ഷോൾഡറിൽ പിടിച്ച് മറിഞ്ഞു എന്ന് തേങ്ങി കരഞ്ഞുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഇനി ഉണ്ടാകാതിരുന്നാ നിനക്ക് നല്ലത്.
പഠിക്കാൻ വിട്ടാ പഠിക്കണം, മേലിനിയൊന്നും ഉണ്ടാകരുത്. മതി ചായ, ഇവ കുഞ്ഞല്ലേ, ഇനിയും വഴക്ക് പറയണ്ട. ഡെവി വഴക്ക് പറയും തോറും കുഞ്ഞൂട്ടന്റെ കരച്ചിൽ കൂടാൻ തുടങ്ങിയതും ഇത്ര വിഷമത്തിൽ കുഞ്ഞൂട്ടനെ നോക്കി ഡെവിയോടായി പറഞ്ഞു, നീ ഒറ്റൊരുത്തിയോ ഇവനെല്ലാത്തിനും കൂട്ടുനിന്ന് ഇവനെ വഷളാക്കുന്നത്? മേത്രയെ നോക്കി ദേഷ്യത്തിൽ അതും പറഞ്ഞ് കയ്യിലുള്ള വടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഡെവി അവിടുന്ന് പുറത്തേക്ക് നടന്ന് ബൈക്കും എടുത്ത് പോയിരുന്നു. സാരല്ല, നീ കരയണ്ട. വിങ്ങി കരയുന്ന കുഞ്ഞുണ്ടെ ചേർത്ത് പിടിച്ച് മിത്ര ഹാളിലേക്ക് നടന്നു. ചെറുശാസനയോടെ വഴക്ക് പറയുമെങ്കിലും ഇതുവരെ ഡേവിഡ് കുഞ്ഞിയെ തല്ലിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡേവിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായുള്ള ഈ പ്രവൃത്തി കുഞ്ഞുണ്ടെ അത്രമാത്രം സങ്കടപ്പെടുത്തിയിരുന്നു.